സോസിൽ വെക്കുക. നമുക്കൊരു അടിപൊളി സ്റ്റേക്ക് ഉണ്ടാക്കിയാലോ? ബാ, ഈ പാൻ ഒന്ന് ചൂടാക്കാം. പാൻ ചൂടാവുന്ന സമയം കൊണ്ട് നമുക്ക് ഇവനെ ഈ ഉപ്പും കുരുമുളകും ഇട്ട് അടിപൊളിയായിട്ട് അങ്ങ് സീസണിങ് ചെയ്യാം. ഒന്നര മിനിറ്റ് ഈ സൈഡ്, 1.5 മിനിറ്റ് അടിഭാഗം ബട്ടറും ഗാർലിക്കും ഇടുക. 1.5 മിനിറ്റ് അപ്പുറത്തെ ഭാഗം. ഞാൻ പറയണ പോലെ ചെയ്യണം, അല്ലെങ്കിൽ റബ്ബറായിപ്പോ. അപ്പോൾ വാ ചെയ്യാം. ഓക്കെ, ഈ ഫാറ്റൊക്കെ അങ്ങ് മെൽറ്റായിട്ടുണ്ടല്ലോ, ആ ഫ്ലേവർ അങ്ങോട്ട് കൂടും. എന്ത് ടേസ്റ്റാണെന്നോ. ഇതിൽ നിന്ന് ആ ജ്യൂസ് ഇറങ്ങി ആ ജ്യൂസിൽ തന്നെ നമ്മളതങ്ങ് കുക്ക് ചെയ്യും. 1.5 മിനിറ്റ് കഴിഞ്ഞ് ഇനി നമുക്കിത് മറിച്ചിടാം. ആവശ്യത്തിലധികം ബട്ടർ ഇടുക, ഗാർലിക് ഇടുക. ഇനി 1.5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഇനി അപ്പുറത്തെ സൈഡ് മറിച്ചിടുക. വീണ്ടും ഒരു 1.5 മിനിറ്റ് കുക്ക് ചെയ്യുക. ഒരടിപൊളി മണം വരും മോനെ. ഇതൊക്കെ എന്താ അടിപൊളിയായിട്ടാണ് ആ ക്രസ്റ്റ് റെഡി ആയിക്കണേ. നോക്കി, ഈ ഒരു സ്റ്റെപ്പാണ് ഏറ്റവും ടേസ്റ്റ് കൂട്ടുന്നത്. ബട്ടർ ഇങ്ങനെ ഒഴിച്ചുകൊണ്ടേയിരിക്കുക. ആ ഫ്ലേവറിൽ കിടന്ന് ഈ ബീഫ് അങ്ങ് കുക്കാവുമ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്ന് സാറേ, ചുറ്റിനുള്ളതെല്ലാം മറന്നു പോകും. സ്റ്റേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സോസും മാഷ്ഡ് പൊട്ടാറ്റോ ഉണ്ടാക്കാം. ബാക്കി വന്ന ബട്ടറിലേക്ക് ഇച്ചിരി പാല്, ഇച്ചിരി ചീസ്, ഇത്തിരി ഒർഗാനോ, നമ്മുടെ സ്വന്തം കുരുമുളക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പാസ്ലേ. അങ്ങോട്ട് ഇളക്കുക, നല്ല തിളക്കണ വരെ ഇളക്കുക. നല്ല അടിപൊളി സോസ് റെഡി. ഇനി ഇത് തിളക്കണ സമയം കൊണ്ട് നമുക്കത് മാഷ്ഡ് പൊട്ടാറ്റോ ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. നമുക്കത് സെറ്റാക്കാം. മാഷ്ഡ് പൊട്ടാറ്റോ നല്ല ക്രീമി പരുവത്തിലാണ്. അപ്പം ഞാൻ എന്ത് ചെയ്ത് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് എടുത്ത് മിക്സിയിലിട്ട് അങ്ങ് അടിച്ച്. ചീസ്, ബട്ടർ, ഫ്രഷ് ക്രീം, ഉപ്പ്, കുരുമുളക്, പാഴ്സലേ, അത്രയുള്ള മാഷ്ഡ് പൊട്ടാറ്റോ റെഡി. അപ്പം നമ്മൾ മുറിക്കാൻ പോണേണ്. മോനെ, പിങ്ക് സെൻറ്റർ. ഇതാണ് പെർഫെക്റ്റ് മീഡിയം റയർ സ്റ്റേക്ക്. ആ മുറിക്കുമ്പോൾ തന്നെ ആ ബട്ടറും ജ്യൂസും പുറത്തോട്ട് വന്നണ്ട. ഇതാണ് പെർഫെക്ഷൻ. കണ്ടിട്ട് തന്നെ വായിന്ന് വെള്ളം വന്നു. അങ്ങനെ നമ്മുടെ സ്റ്റേക്കും സോസും മാഷ്ഡ് പൊട്ടാറ്റോയും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ഇതിങ്ങ് എടുക്കുക, മാഷ്ഡ് പൊട്ടാറ്റോയിൽ മുക്കുക, സോസിൽ മുക്കുക. അടിപൊളി. അത് നോക്കണ്ടോന്നില്ല, സൂപ്പർ. ഇത്ര ഉള്ളു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ സ്റ്റേക്കും മാഷ്ഡ് പൊട്ടാറ്റോ ഒക്കെ ഉണ്ടാക്കാൻ. ഇനി പുറത്ത് പോയി കഴിക്കാൻ മടിയുള്ളവരാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിക്കോ. 5 മിനിറ്റിൻ്റെ കാര്യമുള്ളൂ.